ഹലോ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചില ഇരപിടിയൻ സസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതും മറ്റു നാടുകളിൽ നിന്നും വരുന്നതുമായ ചില പഴങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർ കാണുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. പുതിയ വർഷം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആപ്പിൾ എല്ലാവർക്കും പരിചിതമായ ഒരു പഴമാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി ഉണ്ടാകുന്ന പഴമാണ് ആപ്പിൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആപ്പിൾ കൃഷി കുറവാണ്. കേരളത്തിൽ മൂന്നാറിനടുത്ത് കാന്തല്ലൂർ, മറയൂർ എന്നിവിടങ്ങളിൽ ആപ്പിൾ കൃഷിയുണ്ട്. തണുപ്പുള്ള മറ്റ് ചില സ്ഥലങ്ങളിലും ആപ്പിളുണ്ട്, കുറഞ്ഞ അളവിലാണെന്ന് മാത്രം. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശാണ് ആപ്പിൾ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അടുത്തൊരു പഴവർഗ്ഗമാണ് ചെറി. ഇത് നമ്മുടെ പലരുടെയും വീട്ടിൽ കാണുന്നതുമാണ്. ചെറിപ്പഴങ്ങൾ പല ഇനങ്ങളുണ്ട്. പുളിയുള്ള വലിയ മധുരമൊന്നുമില്ലാത്തവയാണ് പലതും. എന്നാൽ ഇവ സംസ്കരിച്ചെടുത്ത് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അലങ്കാര ചെടിയായും ചെറി വളർത്താറുണ്ട്. ഇന്ത്യയിൽ കണ്ടുവരുന്ന രണ്ട് ചെറി ഇനങ്ങളാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയും സുരിനാം ചെറിയും. അടുത്തൊരു ഇനമാണ് മാതളം. മാതളത്തെ സമൃദ്ധിയുടെ അടയാളമായി പല നാടുകളിലും കണക്കാക്കുന്നു. ഇന്നത്തെ ഇറാൻ ആണത്രേ മാതളത്തിന്റെ ജന്മസ്ഥലം. ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും മാതളച്ചെടി വളരും. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാതളം കൃഷി ചെയ്യുന്നത്. വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ മാതളം കൃഷിക്ക് യോജിച്ചതാണ്. നെല്ലിക്ക മറ്റുള്ള പഴങ്ങളെ അപേക്ഷിച്ച് തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്നതാണ് നെല്ലിക്ക. പലരുടെ വീടുകളിലും കാടുകളിലും നെല്ലിക്ക മരം കണ്ടുവരുന്നു. ഫില്ലാന്തസ് എംബ്ലിക്ക എന്നത് നെല്ലിക്കയുടെ ശാസ്ത്ര നാമമാണ്. ഏത് കാലാവസ്ഥയിലും നെല്ലിക്ക വളരും. അധികം പരിചരിക്കാതെ തന്നെ കൂടുതൽ വിളവ് തരികയും ചെയ്യും. ചെറുനാരങ്ങയോളം വലിപ്പമുള്ള നെല്ലിക്ക വരെയുണ്ട്. ഉത്തർപ്രദേശിലാണ് നെല്ലിക്ക കൃഷി കൂടുതലായുള്ളത്. നെല്ലിക്ക ഒരു ഔഷധ ഗുണമുള്ള ഫലവും കൂടിയാണ്. അടുത്തൊരു പഴവർഗ്ഗമാണ് സപ്പോട്ട. സപ്പോട്ടസിയെ എന്ന സസ്യ കുടുംബത്തിൽപ്പെടുന്ന പഴമാണ് സപ്പോട്ട. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സപ്പോട്ട കൃഷി ഇന്ത്യയിൽ പ്രചാരണം നേടി. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശങ്ങൾ, തമിഴ്നാട്, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ സപ്പോട്ട ധാരാളമായി വളരുന്നു. സാധാരണ 15 മീറ്റർ വരെ ഉയരമുള്ള മരമാണിത്. അടുത്തൊരു പഴ ഇനമാണ് പേരയ്ക്ക. ഇന്ത്യയിൽ പേരയ്ക്ക കൃഷിയുടെ പകുതിയും ഉത്തർപ്രദേശിലാണ്. ബീഹാറും ഒപ്പത്തിനൊപ്പമുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ധാരാളം പേരകൃഷിയുണ്ട്. കേരളത്തിൽ തോട്ടമായിട്ടില്ലെങ്കിലും പേരകൃഷിയുണ്ട്. വീട്ടുവളപ്പിൽ ഒറ്റപ്പെട്ട മരങ്ങളായും പേര വളരുന്നു. കൈതച്ചക്ക നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പഴങ്ങളിലൊന്നാണ് കൈതച്ചക്ക. ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉണ്ടാകുന്നത് ആസാമിലാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ബംഗാൾ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കൈതച്ചക്ക ധാരാളമായി വളരുന്നു. നമ്മുടെ കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൈതച്ചക്ക വളർത്തുന്നുണ്ട്. അടുത്ത പഴവർഗ്ഗത്തിലേക്ക് പോകും മുമ്പായി നമുക്കൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടാം. നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ പല രോഗങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ആവശ്യമായ ഒരു ഘടകമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഇതടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് ജ്യൂസ്. ഈ പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് കിവി, പൈനാപ്പിൾ, മാതളം, അങ്ങനെ തുടങ്ങിയ ചെറുനാരങ്ങ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പഴവർഗ്ഗങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പ്രോഡക്റ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അടുത്തൊരു പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. നിലത്ത് പടർന്നു വളരുന്ന വള്ളിച്ചെടിയാണ് തണ്ണിമത്തൻ്റേത്. സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷിയിറക്കുക. ജനുവരി, മാർച്ച് മാസങ്ങളോടെ ഇത് വിളവെടുപ്പിന് തയ്യാറാകും. കേരളത്തിലെ തണ്ണിമത്തൻ അധികവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. വത്തയ്ക്ക എന്നും തണ്ണിമത്തന് പേരുണ്ട്. അടുത്തൊരു പഴവർഗ്ഗമാണ് ഓറഞ്ച്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയ പഴമാണ് ഓറഞ്ച് അഥവാ മധുരനാരങ്ങ. കേരളത്തിലെ മലയോരങ്ങളിൽ ഓറഞ്ച് കൃഷി ഉണ്ട്. ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന ഓറഞ്ചിന്റെ 90% മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. ബ്രസീലും അമേരിക്കയുമാണ് ഓറഞ്ച് കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. മുന്തിരി ചൈനയും അമേരിക്കയുമാണ് ലോകത്ത് മുന്തിരി കൃഷിയിൽ ഒന്നാം സ്ഥാനത്ത്. മുന്തിരിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി BC 1200 തന്നെ ഭാരതീയർക്ക് അറിയാമായിരുന്നു. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മുന്തിരി കൃഷിയുണ്ട്. കേരളത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്തിരി ധാരാളം എത്തുന്നുമുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ പഴവർഗ്ഗമാണ് സ്ട്രോബെറി.
വിദേശിയാണെങ്കിലും മലയാളികൾക്ക് പരിചയമുള്ള പഴമാണ് സ്ട്രോബെറി. ഐസ്ക്രീം, ജാമുകൾ എന്നിവയിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് സ്ട്രോബെറി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അമേരിക്കയും തുർക്കിയുമാണ് ഏറ്റവും കൂടുതൽ സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ട്രോബെറി കൃഷിയുണ്ട്. 11 പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.